ഗുഡ് മോർണിംഗ്. ഇന്നതേ അച്ഛൻ രാവിലെ തന്നെ ഓട്ടം പോകാൻ തുടങ്ങാം കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5:30 5:45 ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ദേ കിടക്കാൻ പോയില്ല, നേരെ ദേ അടുക്കളയിലേക്ക് ചെന്നു. പിന്നെ നമുക്ക് ദേ ഇഡലി ഉണ്ടാക്കാൻ വേണ്ടി തലേദിവസം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇഡലി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ. നേരം വെളുത്ത് തുടങ്ങണുള്ളൂ, ഏകദേശം ഒന്ന് വെളുത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ദേ ഇഡലിക്ക് അടുപ്പത്ത് വെച്ചാൽ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കഞ്ഞിക്കും കൂടെ വെള്ളം വെച്ചു കേട്ടോ. കഞ്ഞിക്കും കൂടെ വെള്ളം വെച്ചിട്ട് മിറ്റടിക്കാമെന്നൊക്കെ ഓർത്ത് പുറത്തേക്ക് പോയി ഫ്രണ്ടിൽ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴ വീണുണ്ട്. അപ്പം മഴ വെള്ളമൊക്കെ തോരാതെയാണെങ്കിൽ നമുക്ക് മിറ്റം അടിക്കാൻ പറ്റില്ല. അപ്പം പിന്നെ ഞാൻ നേരെ പോന്നു. നേരെ വന്നിട്ട് തക്കാളി കറി ഉണ്ടാക്കാൻ വേണ്ടി തക്കാളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് അത് നേരെ വേവിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഇഡലി ആദ്യത്തെ തട്ട് വെച്ചത് ഏകദേശം ഒന്ന് വെന്ത് പാകമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫ്രണ്ടിൽ പോയി നോക്കണ്ട കേട്ടോ, മഴ തോർന്നുണ്ടോന്ന്. അപ്പം മഴ മാറിയിട്ടുണ്ടെങ്കിലും മുറ്റത്ത് നിറയെ ഒരു ഈർപ്പുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇലകളൊക്കെ ഒട്ടിപ്പിടിച്ച് കിടക്കും, മിറ്റടിക്കാനും പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ മിറ്റടിക്കാതെ പോന്നു. അപ്പോൾ ആദ്യത്തെ തട്ട് ഇഡലി ഇതേ നമ്മൾ എടുത്തു കേട്ടോ. അപ്പോൾ നല്ല വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും പൊന്നുകുട്ടി എണീറ്റ് വന്നു കേട്ടോ. അങ്ങനെ ഭക്തിഗാനമേളയൊക്കെ രാവിലെ വെച്ചോണ്ടായിരിക്കും കേട്ടോ രാവിലത്തെ പരിപാടികളൊക്കെ. അപ്പോൾ അതേ തേങ്ങയും ചുവന്നുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തു തേങ്ങ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ, ഇഡലിക്ക് വേണ്ടിയിട്ട്. പൊന്നുകുട്ടിക്കും വാഗുട്ടനും ഇഡലിയും ചമ്മന്തി ആട്ടോ കൂടുതൽ ഇഷ്ടം. അപ്പം ദേ അങ്ങനെ തേങ്ങാ ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയെടുത്തു. അതൊരു പാത്രത്തിലേക്ക് മാറ്റി അതും കൂടെ വെച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് നന്നായിട്ട് പാകമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് നരച്ചെടുത്തു. അപ്പോൾ ദേ അതിനകത്തേക്ക് ചേർത്തിട്ട് അതൊന്ന് വെള്ളം വറ്റാൻ വേണ്ടി തക്കാളി അടുപ്പത്തേക്ക് വെച്ചു. അതൊന്ന് വെള്ളം വറ്റി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൽ കടുകും കൂടെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണ ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞുള്ളി അരിഞ്ഞെടുത്തതും വറ്റൽമുളകും വേപ്പിലയും കൂടി ഇട്ടു കേട്ടോ. അത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നേരെ കറിയിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ആ കളർ വരാൻ വേണ്ടിയിട്ടാട്ടോ. അങ്ങനെ തക്കാളിക്കറിയും കൂടെ റെഡി ആയിട്ടുണ്ട്. രാവിലെ ഒരു ഓട്ടപ്പാച്ചിലായിരിക്കും കേട്ടോ, വേഗം വേഗം ചടപടേന്ന് പറഞ്ഞ് പണികളായിരിക്കും. അതിൻ്റെ ഇടയ്ക്കൊന്നും ഇരുന്ന് പോയി കഴിഞ്ഞാൽ എല്ലാ പണിയും പെയിൻറ്റിങ് ആയിരിക്കും കേട്ടോ. അപ്പോൾ തക്കാളിക്കറിയുടെ കൂടെ കൂട്ടാൻ വേണ്ടി എന്തെങ്കിലും എരിവുള്ളത് എനിക്ക് വേണം കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, സാധാരണ ഉണക്കമീനൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഉണക്കമീൻ ഇല്ലാത്തതും കൊണ്ട് ഞാൻ ഒരു മുട്ട ഇരിക്കുന്നുണ്ടായിരുന്നു. വേഗം തന്നെ അതിനകത്തേക്ക് കുറച്ച് സവാളയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് വേഗം മുട്ടയും കൂടെ പൊരിച്ചെടുത്തു കേട്ടോ. ചോറ് കൊണ്ടുപോകണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. അങ്ങനെ ലാസ്റ്റത്തെ പണി ദേ ചായ അടുപ്പത്ത് വെക്കില്ല കേട്ടോ. ചായ അടുപ്പത്ത് വെച്ചു. അപ്പോഴത്തേക്കും ചോറ് നമ്മുടെ വെന്ത് തിളച്ച് പാകമായിക്കൊണ്ടിരിക്കുക, അതും കൂടി ഒന്ന് വാർക്കണം. അങ്ങനെ നമ്മുടെ അടുക്കളയിലെ പണി കഴിയുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ പാത്രം കഴുകലൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ വീഡിയോ എടുക്കാനായിട്ട് സമയം കിട്ടാത്തതും കൊണ്ടാണ് ഞാൻ ഇങ്ങനെ മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ഇഡലിയും ചമ്മന്തിയൊക്കെ റെഡിയായി. അപ്പോഴത്തേക്കും രണ്ടുപേർക്കും അവർ എനിക്ക് വന്നു, വാക്കുട്ടിന് എനിക്ക് വന്നു ബ്രഷ് ചെയ്യാനൊക്കെ കൊടുത്തു. ബ്രഷ് ചെയ്തിട്ടൊക്കെ വന്നു. പിന്നെ ഞാൻ വേഗം പോയി കുളിച്ചു. രണ്ടുപേരും കുളിപ്പിച്ചു. കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അവരുടെ മേത്തൊക്കെ എണ്ണയൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് എന്നോടൊന്ന് പോവണ്ട, ലീവ് എടുക്കുക, അവർക്കിന്ന് ക്ലാസ്സിൽ പോകണ്ടല്ലോ, ലീവ് എടുക്കുന്നൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, മാറി മാറി. അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് പോകണം അമ്മച്ചിക്ക് പോകാണ്ടിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു നാളെ ലീവാണ്, നാളെ കുറേ സമയം ഫുൾ ടൈം അമ്മച്ചി ഇവിടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ രണ്ടുപേർക്ക് നല്ല സന്തോഷമായിട്ടോ. അവർക്ക് എന്തോ സംഭവം പോലെ അങ്ങനെ പറയണ കേൾക്കുമ്പോൾ എല്ലാ ഞായറാഴ്ചയും പറയുന്ന ഡയലോഗാണ് കേട്ടോ, സ്ഥിരം ഡയലോഗാണ്. പക്ഷെ അവർക്ക് കേൾക്കുമ്പോൾ എന്തോ സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ റെഡി ആയിട്ട് വന്നു. വേഗം തന്നെ അവർക്ക് ഇഡലിയൊക്കെ വഴുക്കൊക്കെ പറഞ്ഞാണ് കേട്ടോ കഴിപ്പിക്കുന്നത്. കാരണം ടി വിയുടെ മുന്നിൽ നിന്നാൽ വിളിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് കേൾക്കേ ഇല്ല കേട്ടോ. അങ്ങനെ വഴക്കൊക്കെ ഉണ്ടാക്കി അവരെ വേഗം കഴിപ്പിച്ചു. പിന്നെ ഞാനും റെഡി ആയിട്ടോ. അപ്പോൾ ഓക്കെ.